നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. യൂറോസോണിലെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്നലെ കൂൾ ഡൗൺ ആയതുകൊണ്ട് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിനും അത് റിഫ്ലക്റ്റാണ്, അത് വിസിബിളാണ്. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ US വിക്സ് ഇന്നലെ സ്പൈക്കായിട്ടില്ല, ഏകദേശം ഒരു 2% അടുത്ത് സ്പൈക്കായി 11. നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്ത് 98 പോയിൻറ്റ്. ഡോ 250 പോയിൻറ്റിൻ്റെ നല്ലൊരു റാലി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സിൻ്റെ ക്ലോസ് നമ്മൾ കണ്ടു. ബിറ്റ്കോയിൻ 42,426. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. FTSE UK മാർക്കറ്റ് ഗ്രീനിലടച്ചു. CSE 40 ഫ്രാൻസ് മാർക്കറ്റ് ഗ്രീനിലടച്ചു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ഗ്രീനിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% റാലി. കോസ്പി കൊറിയൻ മാർക്കറ്റ് റാലി. ഷാങ്ഹായ് ചൈന മാർക്കറ്റ് ഫ്ലാറ്റ്. S&P ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഒരു 41 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണ് നിലകൊള്ളുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ICICI ബാങ്കിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും HDFCയും ടാറ്റ മോട്ടോഴ്സും ഡോക്ടർ റെഡ്ഡിയും റാലി രേഖപ്പെടുത്തി. ശ്രദ്ധിക്കേണ്ടത് റിലയൻസ് GDRൽ 2.63% ഒരു റാലി രേഖപ്പെടുത്തി. ഓസ്ട്രേലിയൻ ബ്രോക്കറിംഗ് സ്ഥാപനം റിലയൻസിൻ്റെ ടാർഗറ്റ് 3000 കൂടെ തന്നെ വിൻഫോൾ ടാക്സ് എല്ലാം തന്നെ കുറച്ചത് റിലയൻസിന് സഹായകമായിട്ടുണ്ട്. US പ്രധാന ടെക്നോളജി കമ്പനികളുടെ കാര്യം എടുക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് റാലിയാണ്. ഇന്ത്യയിൽ റാലി രേഖപ്പെടുത്തി. ടെസ്ല 2% റാലി. ചൈനയിൽ കാർ രജിസ്ട്രേഷൻ കൂടുമെന്നാണ് ടെസ്ല കരുതുന്നത്. മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ആപ്പിളും ഗൂഗിളും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസിങ് നടത്തിയിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് എന്നുള്ളത്, അതായത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണോ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അതിനെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് എന്ന് വിളിക്കും. ഡോട്ടഡ് ലൈനാണ്. 47,900 റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. തൊട്ടിപ്പുറം കാണാം 48,000 100 പോയിൻ്റ് ഇൻ്റർവെല്ലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓരോ സ്ട്രൈക്കുകളും, അതായത് ഓരോ കോൺട്രാക്റ്റുകളും ആയിട്ടുള്ളത്. അപ്പോൾ 47,900 കഴിഞ്ഞാൽ 48,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 48,500, 49,000 മേജർ റെസിസ്റ്റൻസ് സോണുകളാണ്. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 47,600, 47,000, 44,400 റേഞ്ചുകൾ. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് കോൾ റൈറ്റിംഗ് 3.71 CR പുട്ട് റൈറ്റിംഗ് 3.24 CR ആണ്. കോൾ റൈറ്റിംഗ് കൂടുതൽ, PCR 0.9. ഇന്നലത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് നേരെ തിരിഞ്ഞു വന്നു മാർക്കറ്റ്. അപ്പോൾ ഈ ഷോർട്ട് ചെയ്തിരിക്കുന്ന കോൾ റൈറ്റേഴ്സ് എല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്യുകയോ അവർ പൊസിഷൻ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് കവറിങ് ആണ് നടക്കാറ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓരോ ആളുകളുടെ വ്യൂ അനുസരിച്ച് അതേപോലെ വരുമെന്നല്ല. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ ഇതാണ് എന്നാണ് ഉള്ളത്. സെൻറ്റിമെൻറ്റ്സ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് ഓരോ മൊമെൻറ്റിലും മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫുൾ ടൈം ട്രേഡേഴ്സ് എല്ലാം തന്നെ അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ ഇൻട്രാഡേഴ്സും അത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പർട്ടിക്കുലർ സ്ക്രിപ്റ്റ്, അത് സ്റ്റോക്ക് ആവാം, ഇൻഡെക്സ് ആവാം, ഈവൻ സ്റ്റോക്ക് ആണെങ്കിലും കൂടിയും നിഫ്റ്റി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്റ്റോക്ക് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകൾ, ഓപ്പൺ ഇൻട്രസ്റ്റുകൾ, ഇൻട്രാഡേ ട്രേഡേഴ്സ് മാർക്കറ്റ് ടൈമിൽ തന്നെ അത് സൈമൾട്ടേനിയസ്ലി അത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കിയാൽ കൊള്ളാം. ഇനി പ്രധാനമായിട്ടും ഗ്ലോബൽ ഈവൻറ്റിൽ ഇന്ന് ബുധനാഴ്ച ദിവസം US നിന്ന് CPI കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഉണ്ട്. ചൈനയിൽ നിന്ന് പീപ്പിൾ ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം ഡേറ്റ ഉണ്ട്. UK നിന്ന് CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ഇത് മൂന്നുമാണ് ഇന്ന് പ്രധാനമായിട്ടും ഗ്ലോബൽ ഈവൻറ്റുകളുള്ളത്. ഇനി FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 62% ലോങ് പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. 38% ഷോർട്ട് പൊസിഷൻ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. FIS ക്യാഷ് മാർക്കറ്റിൽ എന്നാൽ ഇന്നലെ 600 കോടി രൂപയുടെ സെല്ല് നടത്തി. 294 കോടി രൂപക്ക് DAS ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്കിനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. IT സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ് ഉള്ളത്. IT സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളാണ് ഉള്ളത്. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കണം. അസെഞ്ചർ എന്ന് പറയുന്ന US മേജർ IT കമ്പനി അവരുടെ റവന്യൂ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ ഒരു 2 മുതൽ 5% വരെ ഉയർത്തിയിട്ടുണ്ട് അങ്ങ് US. നമ്മളുടെ IT സ്റ്റോക്കുകൾ അത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി തന്നെ TCS 52 വീക്ക് ഹൈയിലാണ്, വിപ്രോ എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. നിപ്പോൺ AMCനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇൻഡസ്ഇൻഡ് ബാങ്ക് നിപ്പോൺ AMCയുടെ ഏകദേശം ഒരു 1.79 CR ഷെയറുകൾ, അതായത് ഏകദേശം ഒരു 2.25% വിൽക്കുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ആസ്ട്രൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം ഒരു 3% ഇക്വിറ്റി ഷെയറുകൾ ആസ്ട്രലിനെ വിൽക്കുകയാണ് എന്നുള്ള ന്യൂസാണുള്ളത്. എംബസി ഓഫീസ് പാർക്ക്, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എംബസി ഓഫീസ് പാർക്കിലെ ഏകദേശം ഒരു 24% സ്റ്റേക്ക് വിൽക്കുകയാണെന്നുള്ള ന്യൂസ്. പെപ്സിയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള വരുൺ ബിവറേജസ് സൗത്ത് ആഫ്രിക്കയിൽ 1320 കോടി രൂപ മുടക്കി പുതിയൊരു പ്ലാന്റ് നിർമ്മിക്കുകയാണെന്നുള്ള ന്യൂസ്. BPCL ഇവർ കൊച്ചി റിഫൈനറിയിൽ 5000 കോടി രൂപ മുടക്കി ഒരു പുതിയ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നു. RVNLന് 1100 കോടി രൂപയുടെ ഓർഡർ കേരളത്തിൽ നിന്ന് ലഭിച്ചു. ഗ്ലെൻമാർക്ക് ലൈഫ് CC ഈ ഒരു ഗ്ലെൻമാർക്കിൽ ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ളൊരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ടെക്കം പുതിയ MD ആയിട്ട് മോഹിത് ജോഷി ചാർജ് ഏറ്റെടുത്തു. കണ്ടെയ്നർ കോർപ്പറേഷൻ ഇവർ DB സെൻകാർ ഇന്ത്യയായിട്ടൊരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ട് അറിയിച്ചു. ഡോം ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള 2ാമത്തെ സ്റ്റേഷനറി പ്രൊഡക്റ്റ് കമ്പനി ആയിട്ടുള്ള ഡോം ഇൻഡസ്ട്രീസിൻ്റെ IPOയിൽ ഇന്ന് മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യും. മംഗളം ഗ്ലോബൽ സിംഗപ്പൂരിലുള്ള അവരുടെ പ്ലാന്റിൽ വീണ്ടും ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുന്നു. ദീപക് നൈട്രേറ്റ് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി LNG ആയിട്ട് പെട്രോനെറ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. കൂടാതെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ടിട്ടുള്ള IPO ഡീറ്റെയിൽസും മറ്റുള്ള വിവരങ്ങളും ഉണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതും നിങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്സ്റ്റോക്കിൻ്റെയും ശ്രോതയുടെയും ഡിമാറ്റ് അക്കൗണ്ട് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് വീഡിയോ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ശ്രമിക്കുക. താങ്ക് യു. ബൈ ഓൾ.